പ്രതീക്ഷിത ഇന്ന് പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചയാണല്ലോ. ഈ പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമവും കാശ്മീർ വിഷയവും എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് 8 വായിച്ചു നോക്കിയാൽ മതി. പേജ് 8 വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് പൗരത്വ നിയമവും വരും. ക്ലിയർ പറയുമ്പോഴും പേജ് നമ്പർ 8 വായിക്കാൻ പറയുമ്പോഴും കേരളത്തിൽ LDF ഈ CA വിഷയമാണ് ഉയർത്തിക്കാട്ടുന്നത്, കോൺഗ്രസിന് അതിൽ നിലപാടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് വ്യക്തമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഒറ്റ വരി എഴുതിയ തീരാവുന്ന പ്രശ്നമായിരുന്നില്ല. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു പത്രം കൊടുത്ത വാർത്തയാണ്. ഇതില് CAA പിണറായി പേജ് 8 നോക്കൂ എന്ന് സതീശൻ. അപ്പോൾ പ്രകടന പത്രിക ആരോപണത്തിനുള്ള മറുപടിയാണെന്നാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, അതിനുള്ള മറുപടിയാണ്. സതീശനും മലയാള മനോരമയും പരസ്പരം വിശ്വസിക്കുന്നവരാണ്. പക്ഷെ മലയാള മനോരമ ഇതിൽ വലിയ കളിയിലാണ് പെട്ടത് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. ഇവിടെ അവരുടെ പ്രകടന പത്രികയുടെ കോപ്പിയാണിത്, ഇവരിറക്കിയ പ്രകടന പത്രികയുടെ. നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തില് കോൺഗ്രസ് പ്രകടന പത്രിക മൗനം പാലിച്ചു. എന്താണൊന്നും പറയാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോ യഥാർത്ഥത്തില് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തീർത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേജ് 8 ഇതില് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം. ഇതാണ് ആ പേജ് 8 ഭാഗം. അതില് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വലിയ വാദം. ഇദ്ദേഹത്തിന്റെ വാദത്തില് ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ പേജ് 8 പറയുന്ന ഭാഗം അത് ഒന്നാമതായിട്ട് തന്നെ പറയാണ്: വി വിൽ റെസ്പെക്ട് ആൻഡ് അപ്ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് വൺസ് ഫെയ്ത്ത് ആൻഡ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് 15, 16, 25, 26, 28, 29 and 30 of the Constitution. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതില് ആർട്ടിക്കിൾ 14 അതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു ഭാഗം. അത് ഈ സംരക്ഷണമാണ്, ആ ഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലികാവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്, അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല.
നമുക്കത് നല്ലതാണെന്ന് തന്നെ അംഗീകരിക്കാം. പക്ഷേ ഈ പാരഗ്രാഫ് കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിസംബോധന ചെയ്തു എന്ന് പറയാനാവൂ? അപ്പൊ കാണേണ്ടത് പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ആർട്ടിക്കിൾ 14 കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ ആർട്ടിക്കിൾ 14 എന്ന ഒരു വാക്ക് ഈ ഭാഗത്തേ ഇല്ല, ഈ പാരഗ്രാഫിലേ ഇല്ല, ഈ പേജിലേ കാണാനാവില്ല. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ? The state shall not deny to any person equality before the law or the equal protection of the laws within the territory of India. അതായത് ഇന്ത്യയിൽ ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം, തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തും എന്നതാണ് ആർട്ടിക്കിൾ 14 അന്തസത്ത. അത് ഇവിടെ പൂർണ്ണമായി ലംഘിക്കുന്ന അവസ്ഥയാണ് പൗരത്വം മതാധിഷ്ഠിതമാക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചാണ് മിണ്ടാതിരിക്കുന്നത്, അതിനെക്കുറിച്ച് ശബ്ദിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിൽ അത്തരമൊരു കാര്യമേ ഇല്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. ഇവിടെ കോൺഗ്രസ് മാനിഫെസ്റ്റോയില് കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: We promise that all anti-people laws passed by the BJP NDA without proper parliamentary scrutiny and debate, especially those relating to workers, farmers, criminal justice, environment and forests, and digital data protection, will be thoroughly reviewed and changed. ഇത് പേജ് 22 കൃത്യമായിട്ട് പറയുകയാണ്. അത് നല്ലത് തന്നെ. പക്ഷേ ഈ ഓരോ നിയമവും പറഞ്ഞത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത്രത്തോളം പ്രാധാന്യം പൗരത്വ നിയമ ഭേദഗതിക്കുള്ളൂ. പൗരത്വ നിയമ ഭേദഗതി എന്നൊരു വാക്യം അതിൽ പറഞ്ഞില്ലാലോ. എന്താണ് ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ശബ്ദിക്കാതിരിക്കാൻ കാരണം? ഇവിടെ പേജ് 33 GST നിയമങ്ങൾ മാറ്റും എന്ന് പറയുന്നുണ്ട്. ആവട്ടെ, നല്ലതാണ്. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഇപ്പോൾ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആൻഡ് ആക്ട് പുനഃപരിശോധിക്കും എന്ന് പേജ് 36 പറയുന്നുണ്ട്. ഇത്രയെല്ലാം ആക്ടുകളെ കുറിച്ച് പറയുമ്പോൾ എന്തേ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒന്നും ഇതിനകത്ത് പരാമർശിക്കാതിരുന്നത്? അപ്പോ നേരത്തെ പറഞ്ഞ ഭാഗം അത് ശരിയല്ല എന്താണ് നമ്മൾ കാണേണ്ടത്. മറ്റു നിയമങ്ങളുടെ പേര് പറഞ്ഞു, അതുകൊണ്ട് ഇതുകൂടിയുണ്ട് എന്ന നില വരില്ല. ഇത് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ്. ആ മാറ്റി നിർത്തത്തക്ക ഒരു മനസ്സെങ്ങനെ കോൺഗ്രസിന് വന്നു? കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ് മാധ്യമ പ്രവർത്തകരോട് മറുപടി പറയുന്നത്. ഇപ്പോ പ്രകടന പത്രികയിലും ഇല്ല. ഇതാണ് ഉയർത്തിയ വിമർശനം. ആ വിമർശനം ശരിയാണെന്ന് അംഗീകരിക്കുന്നതാണ് ഈ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയാൻ പ്രതിപക്ഷ നേതാവ് നിർബന്ധമായതിലൂടെ കാണുന്നത്. മറ്റൊന്നും പറയാനില്ല എന്നർത്ഥം. അത്
ബഹുമാനപ്പെട്ട സതീശൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ച് മനോരമ കൊടുത്തതാണോ? ഇനി രണ്ടാളും കൂടി ആലോചിച്ച് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇരിക്കട്ടെ എന്ന് വെച്ച് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തതാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ജനങ്ങളെ ഈ തരത്തിൽ കബളിപ്പിക്കേണ്ടതില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണല്ലോ നല്ലത്. അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം. രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇതൊരു പ്രത്യേക ഇനമായി എല്ലാവരും കാണാറുണ്ട്. നമ്മൾ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് 45 രൂപ കർഷക തൊഴിലാളി പെൻഷന് എന്ന നിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നതിനെതിരെ വലിയ തോതിലുള്ള പുകിലുണ്ടാക്കാനാണ് പലരും ശ്രമിച്ചിരുന്നത്. പക്ഷെ പിന്നീടത് വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു. ഇപ്പൊ കേരളത്തില് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് നിശ്ചയിച്ച പെൻഷൻ 600 രൂപയാണ്. പക്ഷേ വലിയ തോതിൽ കുടിശ്ശികയുണ്ടായിരുന്നു. 1.5 വർഷത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു. ആദ്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് താല്പര്യപ്പെട്ടത്. പിന്നീട് അതിൽ വർധനവ് വരുത്തി 600 1600 ആയി. ഈ പെൻഷനോട് കേന്ദ്ര സർക്കാരിന് അത്ര പ്രതിപത്തിയല്ല. കേന്ദ്ര ധനമന്ത്രി പരസ്യമായിട്ട് തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയധികം പെൻഷൻ കൊടുക്കുന്നത് എന്നെല്ലാം അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ സാമ്പത്തിക നയമല്ല ഇവിടെ LDF ഗവൺമെന്റ് അംഗീകരിക്കുന്നത്, നടപ്പാക്കുന്നത്. അവരുടെ സാമ്പത്തിക നയം അവരുടേത് മാത്രമല്ല, കോൺഗ്രസിൻ്റേത് കൂടിയാണ്. കോൺഗ്രസിനും BJPക്കും ഒരേ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതും സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലൊരു രാജ്യമെന്ന നിലയിലേക്ക് എത്തിയത്. 107-ാം സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ 14 രാഷ്ട്രങ്ങളെ ആ പട്ടികയിൽ ബാക്കിയുള്ളൂ. എന്നാൽ അതേസമയം ബദൽ നയം നടപ്പാക്കിയ നമ്മള് കേരളം ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ ഈ സാമൂഹ്യ പെൻഷൻ വേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ 1600 തന്നെ നിൽക്കണമെന്നല്ല LDF കാണുന്നത്, അത് വർദ്ധിപ്പിക്കണമെന്നോ. ഇപ്പോ അതിന് സാധ്യതയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വർദ്ധിപ്പിക്കും. ഇതാണ് കേരളത്തിന്റെ സമീപനം. പക്ഷെ ഇത് അംഗീകരിക്കാത്തപ്പോ ഒരു വൈരാഗ്യം നിറഞ്ഞ സമീപനമാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇപ്പോ ആ സമീപനം ക്ഷേമ പെൻഷൻ വിതരണത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചു. അത് മറച്ചുവെക്കാനാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിൽ ശ്രമിക്കുന്നത്. കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാ ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ കേരളം നടത്തുന്ന പോരാട്ടങ്ങളുടെ കൂടെ നിൽക്കുകയല്ല.
യഥാർത്ഥത്തിൽ ആ പോരാട്ടത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇവര് തുടർച്ചയായി സ്വീകരിച്ചു വന്നിട്ടുള്ളത്. BJP-യുടെ പകയൊരു ഭാഗത്ത്, കോൺഗ്രസിന്റെ ചതി വേറൊരു ഭാഗത്ത്. ഇതെല്ലാം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട് നേരിടുകയാണ്. ഈ രണ്ടിനെയും അതിജീവിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതില് സംശയമൊന്നുമില്ല, നാം അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ക്ഷേമ പെൻഷൻ അടക്കം തകർത്ത് കളയാമെന്നോ ഉപേക്ഷിപ്പിക്കാമെന്നോ ആരും കരുതേണ്ടതില്ല. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള പെൻഷൻ ഓരോ മാസവും കൃത്യമായി നൽകുക എന്നതിനാണ് സർക്കാരിന് താല്പര്യം. അതുതന്നെയാണ് സർക്കാരിൻ്റെ നയം. മുൻകാലങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഓണം, ക്രിസ്മസ്, വിഷു ഇതുപോലുള്ള ഉത്സവകാലങ്ങൾ വരുമ്പോൾ ഈ ചില മാസങ്ങളിലെ പെൻഷൻ കൊടുക്കുന്ന നിലയായിരുന്നു പണ്ട് UDF-ന്റെ കാലത്തൊക്കെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുക, അത് 20-ാം തീയതി മുതൽ കൃത്യമായി പെൻഷൻ ലഭിക്കേണ്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുക, ഇതാണ് 2016-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം LDF സർക്കാർ പൊതുവെ സ്വീകരിച്ച നിലപാട്. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാസാമാസം തന്നെ പെൻഷൻ നൽകുന്ന നില സ്വീകരിക്കുക. അപൂർവം ചില സാഹചര്യങ്ങളിലാണ് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചില അസാധാരണ സാഹചര്യങ്ങൾ ഇവിടെ നേരിടേണ്ടി വന്നു എന്നത് ഓർക്കേണ്ടതാണ്. കഴിയുന്നത്ര മാസങ്ങളിലെ പെൻഷൻ എന്നിട്ടും ലഭ്യമാക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ 2 ഗഡുവാണ് വിതരണം ആരംഭിച്ചത്. ഓരോരുത്തർക്കും 3200 രൂപ വീതം. കഴിഞ്ഞ മാസം അനുവദിച്ച 1 ഗഡു അത് പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതോടെ വിവിധ ജനവിഭാഗങ്ങളുടെ ആഘോഷക്കാലത്ത് നമ്മുടെ നാട്ടിലെ അശരണരും അവശരുമായ ആളുകളുടെ കൈകളിലേക്ക് അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ എത്തുകയാണ്. ഇത് നമ്മുടെ സമൂഹം വലിയ തോതിൽ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. പക്ഷേ അതിനെ വില കുറച്ച് കാണിക്കാനും കേന്ദ്ര സമീപനത്തെ ന്യായീകരിക്കാനുമാണ് പ്രതിപക്ഷം വലിയ തോതിൽ ശ്രമിക്കുന്നത്. ഇവിടെ ഈ മാർച്ച് 31-ന് സാമ്പത്തിക വർഷം അവസാനിച്ചല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ ലഭിക്കുന്ന തുകകളിലും വായ്പാനുപാതത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 57,400 കോടി രൂപയുടെ കുറവാണുണ്ടായത്. 57,400 കോടി രൂപ. റവന്യൂ കമ്മി ഗ്രാൻഡിൽ 2,400 കോടി രൂപ. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് വക 1,200 കോടി രൂപ, 12,000 കോടി രൂപ.
നികുതി വിഹിതം 3.58 നിന്ന് 1.92 ആക്കിയപ്പോൾ അതിന്റെ നഷ്ടം 18,000 കോടി. പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ഇവയെല്ലാം സമാഹരിച്ച പണം തുടങ്ങിയവയുടെ പേരിൽ വായ്പാനുമതി വെട്ടിക്കുറച്ചു. അത് 19,000 കോടിയിൽ പരം രൂപ. ഇപ്പോൾ കേന്ദ്ര ഗ്രാന്റുകളിലും വലിയ കുറവാണ് ഉണ്ടായത്. 2022-23 സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെ ഗ്രാന്റുകളായി ലഭിച്ചത് 24,630 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ അത് 8,688 കോടിയും. നോക്കണം, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 24,630 കോടി കഴിഞ്ഞ വർഷം, ഇതേ കാലയളവിൽ ഈ വർഷം ലഭിച്ചത്, അതായത് ഈ വർഷം വെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 8,688 കോടി, 15,951 കോടി രൂപയുടെ കുറവ് ഒരു വർഷത്തിലുണ്ടാകുന്ന കാര്യമാണ്. അപ്പോ നമ്മുടെ CAGയുടെ പ്രാഥമിക കണക്കുകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതേസമയം 7 വർഷത്തിന്റെ ആകെ കണക്കെടുത്താൽ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിയിൽ നിന്ന് പബ്ലിക് അക്കൗണ്ടിന്റെ പേര് പറഞ്ഞ് വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ നമുക്കുണ്ടായ കുറവ് എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപയാണ്. ഇതാണ് വസ്തുത. ഇതാണ് സുപ്രീം കോടതിയുടെ മുന്നിലടക്കം കേരളം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മളെ ഞെരുക്കുക, പരമാവധി ഞെരുക്കുക എന്ന നിലപാടാണ് എടുത്തത്. ഞാൻ ഇതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് സ്വീകരിച്ച നടപടിയാണ്. ഒരു ഘട്ടത്തിലും ഇതിനെതിരെ കോൺഗ്രസോ UDFോ സംസാരിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും സംസ്ഥാനത്തിനെതിരെയുള്ള വാദഗതികളാണ് ഉയർത്തിയിട്ടുള്ളത്. ഇതെല്ലാം ജനങ്ങൾക്കാകെ അറിയാം. അതിന്റെ പ്രശ്നങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കുറച്ചുകൂടി ഈ കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറ്റൊരു പ്രശ്നം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കൊണ്ട് അതിൽ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ പോകുന്നില്ല.